കൃഷ്ണ, സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാൻ അത് സ്വീകരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യത് കരോഷി യത് ദശ്നാസി യജുഹോഷി ദദാസി യത് പശ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇങ്ങനെ കർമ്മബന്ധനങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമ്മോഹം സർവഭൂതേഷു നമേ ദോഷ്യാസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപി ചേത് സുതുരുച്ചരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്താ പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ചു പ്രഖ്യാപിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാം ഹി പാർത്ഥ വ്യപാശ്രിതയേ അപി സ്യൂപാപയോനയഃ സ്ത്രിയോ വൈശ്യസ്തഥാ ശൂദ്ര സ്തൈപീയാന്തി പരം ഗതിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിം പുനർബ്രഹ്മണ പുണ്യ ഭക്താ രാജശ്രയസ്തഥാ അനിത്യമസുഖം ലോക ഇമം പ്രാപ്യ ഭജസ്വ മാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരുടെയും ഭക്തരായ രാജർഷികളുടെയും കഥ പറയാനുണ്ടോ? അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ പിറന്നവർ എന്റെ പ്രേമഭക്തി സേവന നിരതരാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മന്മനാ ഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസ്തി യുക്തൈവ ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം തത്സ്ഥിതി ശ്രീമദ് ഭഗവത് ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യാ രാജഗുഹ്യ യോഗോ നാമ നവമോധ്യായഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണാർപ്പണമസ്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഹരേ ക്ലാസ്സിൽ കൃഷ്ണ. ആർക്കെങ്കിലും വേറെ കീർത്തനം ചൊല്ലാൻ ആഗ്രഹമുണ്ടോ ക്ലാസ്സില്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗീതാ മാതാജി അല്ലേ? ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ മാതാജി. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ ജനവിമോചന കൃഷ്ണ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപികാപതേ നയനമോഹന കൃഷ്ണ നീരജേക്ഷണ സുദന ബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ മദന കോമള കൃഷ്ണ മാധവ ഹരേ വസുമതീപദേ കൃഷ്ണ വാസവാനുജ വരഗുണാകര കൃഷ്ണ വൈഷ്ണവാകൃതേ സുരുചിരാനന കൃഷ്ണ ശൗര്യവാരിധേ മുരഹര വിഭോ കൃഷ്ണ മുക്തിദായക വിമലപാലക കൃഷ്ണ വലവീപദേ കമലലോചന കൃഷ്ണ കാമദായക വിമലഗാത്രക കൃഷ്ണ ഭക്തവത്സല ചരണപല്ലവം കൃഷ്ണ കരുണകോമളം കവലയേക്ഷണ കൃഷ്ണ കോമളാകൃതേ തവ പദാംബുജ കൃഷ്ണ ശരണമേകണി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഭുവന ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലിക്കോളൂ മാതാജി ചൊല്ലിക്കോളൂ. ഭുവനനായക കൃഷ്ണ പാവനാകൃതേ ഗുണഗണോജ്വല കൃഷ്ണ നളിനലോചന പ്രണവവാരിധേ കൃഷ്ണ ഗുണഗണാകര രാമസോദര കൃഷ്ണ ദീനവത്സല കാമസുന്ദര കൃഷ്ണ പാഹി സർവദാ നരകനാശന കൃഷ്ണ നരസഖാ ജയ ദേവകീസുതാ കൃഷ്ണ കാരുണ്യാംബുദേ കംസനാശന കൃഷ്ണ ദ്വാരകാവാസിൻ ഭാസുരാത്മജ കൃഷ്ണ ദേഹി മംഗളം തൃപ്പദാംബുജം കൃഷ്ണ കാമകോമളം ഭക്തദാസന കൃഷ്ണ അടിയനേ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നന്നായി ചൊല്ലിയിരുന്നു കേട്ടോ. ഷീല മാതാജി ചെയ്തിരുന്നല്ലോ. ഷീല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷീല മാതാജി ചൊല്ലുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല മാതാജി. ഇല്ലേ? ഞാൻ തുറന്നു വെച്ചിട്ടുണ്ടാവും. അല്ലെ, അൺമ്യൂട്ട് ചെയ്യണ കണ്ടപ്പോഴേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ചൊല്ലാൻ ആഗ്രഹം ഉണ്ടോ ക്ലാസ്സിൽ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ മാതാജി. സീതാ മാതാജി ചൊല്ലും. ഞാൻ ക്ലാസ്സിൽ ഇനി ആർക്കെങ്കിലും ചൊല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ. അതാ ഞാൻ വെയിറ്റ് ചെയ്തത് മാതാജി. അതെ അതെ. ചന്ദ്രിക മാതാജി ചൊല്ലുന്നോ? ഇല്ല. ഓക്കെ, എന്നാ ചൊല്ലു. സീതാ മാതാജി ചൊല്ലിക്കോളൂ കേട്ടോ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണും രാഗീണം ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക
നാരായണ നിന്മേ കാണു മാറാകേണം. പാലാഴി മംഗതൻ കൊങ്ക ഉണരുന്ന കോലമെന്നുള്ളത്തിൽ കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പിച്ചകമാലയും താലിയും കിങ്ങിണി ഉച്ചപൂണ്ടെന്നുമേ കേൾക്കുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പീലിക്കാർ കൂന്തലും ചാന്തും തൊടുക്കുറി ബാലസ്വഭാവവും കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പുഞ്ചിരി കൊഞ്ചലും ചഞ്ചലാഭംഗവും നെഞ്ചകത്തെപ്പോഴും തോന്നും മാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പൂതന തന്മുലയുണ്ടതുപോലുള്ള ചാതുരിയും ചിത്തെ കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പെൺപൈതൽ മാറി യശോദ വളർത്തുള്ളോരാൺ പൈതൽ നിന്നെ കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പൈപ്പെരുത്തച്ചിമാർ വീടുകളിൽ പൂക്കും വെണ്ണ കട്ടുണ്ണിയെ കാണുമാറാകേണം. മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പൊന്നും ചിലമ്പും പുലീനകമോതിരം മിന്നുന്ന കൗസ്തുഭം കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പോരാടി മല്ലരെ മെല്ലെ ഞെരിച്ചു കൊന്നാരോ മൽപ്പൂമേനി കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. പൗരുഷം കൊണ്ടു 14 ലോകത്തെ പാലിച്ച കോലത്തെ കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണുമാറാകേണം. പാശകം കൊണ്ടന്തകൻ കെട്ടി ഇഴയ്ക്കുമ്പോൾ പത്മനാഭ നിന്മേ കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്മേ കാണുമാറാകേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിജയ മാതാജി ചൊല്ലിക്കോളോ വേഗം. വിജയ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ നാരായണം ഭജേ നാരായണം. അതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണം ഭജേ നാരായണം, നാരായണം ഭജേ നാരായണം, ലക്ഷ്മി നാരായണം ഭജേ നാരായണം, വൃന്ദാവനസ്ഥിതം നാരായണം, ദേവവൃന്ദൈരഭിഷുതം നാരായണം, ദിനകരമധ്യകം നാരായണം, ദിവ്യകനകാംബരധരം നാരായണം, നാരായണം ഭജേ നാരായണം, ലക്ഷ്മി നാരായണം ഭജേ നാരായണം, പങ്കജലോചനം നാരായണം,
ഭക്തസങ്കടമോചനം നാരായണം കരുണാപയോനിധിം നാരായണം ഭവശരണാഗതനിധിം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം രക്ഷിത ജഗത്രയം നാരായണം ചക്രശിഷ്ടിതസുരജയം നാരായണം അജ്ഞാനനാശകം നാരായണം ശുദ്ധ വിജ്ഞാന ഭാസകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സപോഷണം നാരായണം ശൃംഗാരനായകം നാരായണം പദഗംഗാവിദായകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശ്രീകണ്ഠസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസിനം നാരായണം ശ്രീകണ്ഠസേവിതം നാരായണം നിത്യം വൈകുണ്ഠസേവാസിനം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ സീതാ മാതാജി. താങ്ക് യു. ധന്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു എവരിബഡി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണകേശായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ യത്പ്രസാദമഹം വന്ദേ പരമാനന്ദമാധവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ
Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, everybody. Hare Krishna. Hare Krishna, Mataji. Hare Krishna. ഇന്ന് ഗോലോക ചാറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഞാനത് യൂട്യൂബിലേക്ക് ഗോലോക സാധാരണ ചില ഗോലോക ചാറ്റ് കൂടി എഴുതാറുണ്ട് എന്നറിയില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേഗം. ഇന്ന് ആദ്യം നമുക്ക് ഗോലോക ചാറ്റ് കണ്ടതിന് ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, 9th ലെസൺ രാജവിദ്യ, രാജകൃത്യ യോഗം. രാജവിദ്യ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ദ നോളജ് ആണ്. രാജകൃത്യം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ്. നമ്മള് ഒരു നെക്ലസില് അതിലൊരു ലോക്കറ്റ് തൂക്കിയിട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. ആ ലോക്കറ്റ് എന്ന് പറയുന്നതാണ് 9th ലെസൺ എന്ന് പറയുന്നത്. 9th ലെസന്റെ ലാസ്റ്റ് ശ്ലോക എന്ന് പറയുന്നത് അതിന്റെ ജെം ആണ്. അതിലുള്ള ഡയമണ്ട് എന്ന് പറയും. ലോക്കറ്റിലെ ഡയമണ്ട് ആണ്. നമ്മൾക്ക് ആദ്യം ശ്രീല പ്രഭുപാദരുടെയും നാമനിഷ്ഠാത പ്രഭുവിന്റെയും ഭഗവാന്റെയും തൃപാദങ്ങളിൽ നമസ്കരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആദ്യം ഗോലോക ചാർട്ട്. നമ്മൾ താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഇതില് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, സൂം ചെയ്യാൻ പറ്റില്ല. മിനി മാതാജി അയച്ചു തരുമ്പോഴേക്കും ഗോലോക ചാർട്ട് ഷെയർ ചെയ്യും. ആ സമയത്ത് നോക്കുക സൂം ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ ഈ ലാസ്റ്റ് കാണുന്ന റൗണ്ടിനുള്ളിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇതിനുള്ളില് എന്താണ് നമ്മൾ ആദ്യം കാണുന്നത്? ഗർഭോദകശായി ഓഷൻ ആണ്. ഗർഭോദകശായി സമുദ്രം. ഭഗവാൻ ഗർഭോദകശായി ആയിട്ട് അതിലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള താമര പൂവിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. കാണുന്നുണ്ടോ ബ്രഹ്മാവിനെ? പിങ്ക് കളറില് ആ താമര പൂവിന്റെ തണ്ടാണ് നമ്മളുടെ ഓരോ ലോകങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നതാണ് ഈ ബ്രഹ്മലോകം തൊട്ട്. നമ്മൾ ഇന്നലെ കണ്ടു ബ്രഹ്മലോകം തൊട്ട് പുനരാവർത്തിനോർജുന ബ്രഹ്മഭുവനാലോക, പുനരാവർത്തിനോർജുന ബ്രഹ്മലോകം തൊട്ട് താഴെയുള്ള ലോകങ്ങളെല്ലാം റിപ്പീറ്റേഷൻ ഉള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ കാണുന്നത് ബ്രഹ്മലോകം, ഗർഭോദകശായി ഓഷൻ. അവിടെ മഹാലക്ഷ്മി ഇരുന്നിട്ട് ഭഗവാന്റെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കാലിൽ തടവിക്കൊണ്ടിരിക്കുന്നു. ഗർഭോദക ഓഷന്റെ താഴെ ഏറ്റവും താഴെയാണ് 28 തരം നരകങ്ങളുള്ളത്. അതിനുശേഷം കാണുന്നത് എന്താണ്? അതല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, പാതാള എന്ന് പറയുന്ന ലോകങ്ങളാണ്. 7 ലോകങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 14 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിക്ക് താഴെ 7 തരം പാതാളങ്ങളാണുള്ളത്. നിങ്ങൾക്കിത് മിനി മാതാജി ഷെയർ ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ മതി, വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ജസ്റ്റ് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം നമുക്ക്. അതിന് മുകളിലേക്കായിട്ട് എന്താണ്? സത്യലോകമാണ് ബ്രഹ്മാവിന്റെ ലോകം. സത്യലോകത്തിന് താഴെ 4 കുമാരന്മാരെ വസിക്കുന്ന തപോലോകം. അതിന് താഴെ ജനലോകം, മഹർലോകം, സ്വർലോകം, ഭുവർലോകം, ഭൂർലോകം. ഇതാണ് നമ്മളുടെ ഭൂമി, സ്വർഗം എന്നൊക്കെ പറയുന്ന വേൾഡ് എന്ന് പറയുന്നത്. ബ്രഹ്മലോകം താഴെയുള്ള റിപ്പീറ്റേഷൻ ഉള്ളതാണ്. പുനരാവർത്തിനോർജുന. അതിന് തൊട്ട് അടുത്ത് എന്തായിരിക്കുന്നത്?
ധ്രുവലോകം കാണുന്നു നമ്മള്. ധ്രുവലോകം അതിനപ്പുറത്തേക്ക് കാരണോദകശായി ക്ഷീരോദകശായി വിഷ്ണുവാണ് അതിന് തൊട്ടടുത്തുള്ളത്. ക്ഷീരോദകശായി വിഷ്ണുവാണ് എല്ലാവരുടെ ശരീരത്തിലും പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നത്. കാണിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ മെറ്റീരിയൽ വേൾഡ് ഇന്നലെ ഭഗവാൻ പറഞ്ഞു എന്ത് ദുഃഖാലയം അശാശ്വതം എന്ന് പറഞ്ഞു. ദുഃഖാലയവും അശാശ്വതവുമായിട്ടുള്ള ലോകമാണ് ഈ ബ്ലാക്ക് കളറില്. പഞ്ചഭൂതങ്ങളാണ് ഇതിന് പുറത്തേക്ക് കാണുന്നത്. ഈ കാണുന്നത് മഹത്തത്വ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്, സൃഷ്ടി ചെയ്യാനുള്ള ശക്തിയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഗർഭോദകശായി ഓഷൻ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായിട്ടുള്ള താമരപ്പൂവിന്റെ തണ്ടിലാണ് നമ്മുടെ 14 ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 14 ലോകങ്ങൾ എന്താണ്? പാതാളങ്ങൾ 7 അതിന് മുകളിലേക്കുള്ള ഭൂമി 1, പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്വർഗലോകങ്ങളെല്ലാം നമ്മള് പുണ്യം ചെയ്തവർക്ക് പോയി എൻജോയ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള വേൾഡ് ആണ് ഈ ബ്രഹ്മലോകം വരെയുള്ളത്. അതിന് തൊട്ടടുത്ത് ധ്രുവലോകം സ്ഥിതി ചെയ്യുന്നു. അതിനടുത്ത് നമ്മുടെ ക്ഷീരോദകശായി വിഷ്ണു, എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് കുടികൊള്ളുന്ന ക്ഷീരോദകശായി വിഷ്ണു. അതിന് റൗണ്ട് ആയിട്ടുള്ളത് എന്താണ്? പഞ്ചതത്വം, പഞ്ചഭൂതങ്ങളാണ്. നമ്മളുടെ എർത്ത്, ഭൂമി, വായു എന്നൊക്കെ പറയുന്ന, വെള്ളം എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതങ്ങളാണ്. തത്വം നമ്മൾ കണ്ടു. അതിന് മുകളിൽ എന്താ കാണുന്നത്? ദുർഗാദേവിയുടെ, മഹാലക്ഷ്മിയുടെ ദേവി ലോകങ്ങളാണ് മെറ്റീരിയൽ വേൾഡിന്, ബ്രഹ്മാവിന്റെ വേൾഡിന് തൊട്ട് മുകളിലായിട്ട് കാണുന്നത്. ഭഗവാൻ ഇതില് കാരണോദകശായി വിഷ്ണുവാണ് കാരണ ഓഷനില് ശയിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണോദകശായി വിഷ്ണുവിൽ നിന്നാണ് ഓരോ എന്തു വരുന്നത്? ബ്രഹ്മാണ്ടങ്ങളും ഉത്ഭവിച്ചുകൊണ്ട് വരുന്നത്. അതിന് തൊട്ടടുത്ത് നമുക്ക് ശിവനെ കാണാം. ഇത് കണ്ടോ? ശിവൻ ഇവിടെ കാണുന്നു. നടുവിലായിട്ട് സദാശിവലോകം എന്ന് പറയുന്ന ശിവലോകം. ശിവനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ശിവലോകത്താണ് പോവുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഈ കാരണോദകശായി ഓഷനാണ് നമ്മളുടെ മെറ്റീരിയൽ വേൾഡിനെയും സ്പിരിച്വൽ വേൾഡിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഓക്കെ, ഇത് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് സദാശിവലോകത്തിന് തൊട്ട് മുകളിൽ വരെയാണ് ഉള്ളത്. അതിന് മുകളിലായിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്നത് എന്താണ്? ഇതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ധാരാളം വൈകുണ്ഠങ്ങളുണ്ട്. ധാരാളം മഹാവിഷ്ണുവിന്റെ ധാരാളം അവതാരങ്ങളും സംകർഷണനും പ്രദ്യുമ്നും അനിരുദ്ധനും അതുപോലെയുള്ള എല്ലാവരും ഇതിനകത്ത് 4 കൈകളോടുകൂടി മഹാവിഷ്ണുവിന്റെ രൂപത്തോടുകൂടി ഓരോ വേൾഡിലെ ഓരോരോ വൈകുണ്ഠങ്ങളിലായിട്ട് 1000 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ഷേപ്പിലാണ് വൈകുണ്ഠം ഇരിക്കുന്നത്. മുക്തി എന്ന് പറയുന്നതൊക്കെ ഇവിടെ വരെയാണ് ഉള്ളത്. നമ്മൾ ഇന്നലെ കണ്ടു 5 തരം മുക്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആ 5 തരം മുക്തിയാണ് എന്ത്? സായുജ്യം, സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സാർഷ്ടി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ വരെയാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ഇതില് ഓരോ രൂപത്തില് നാരായണൻ ഇരിക്കുന്നു. നാരായണൻ എന്ന് പറഞ്ഞാൽ സ്വാമി രൂപത്തിലാണ്. നമ്മളൊക്കെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സെർവൻസ്, സർവൈറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് നമ്മള് ഉണ്ടാവുക. അതേസമയം കൃഷ്ണന്റെ ഗോലോകത്തിലാണെങ്കിലോ നമ്മളെല്ലാവരും കൃഷ്ണന്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. ഒരുപോലെയാണ് ഭഗവാൻ കാണുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വാമിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. സ്വാമിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ചാന്റിങ്ങും പൂജകളും സേവകളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ സ്വാമിയും സർവന്റും എന്ന നിലയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതിന് മുകളിലായിട്ട് അയോധ്യ കാണുന്നു. നമുക്ക് ഭൂമിയിലുള്ള രാമരാജ്യം പോലെ തന്നെ അയോധ്യ ഉണ്ട്. അവിടെ അയോധ്യ മാത്രമല്ല, മധുരയുണ്ട്, ദ്വാരകാപുരി ഉണ്ട്, പിന്നെ ജഗന്നാഥപുരി ഉണ്ട്. ഇതെല്ലാം ഇവിടെ ചെയ്യുന്നു. ഇവിടെ കാണും. ഈ സ്ക്വയറിനുള്ളില് കാണും. ഇതാണ് നമ്മുടെ ഗോലോകം എന്ന് പറയുന്നത്. നമ്മുടെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ഭഗവാൻ വിളിക്കുന്ന ഗോലോകം. സഹസ്രദള പത്മത്തിന്റെ ഷേപ്പിലാണ്. ഓരോരോ ഇതളിലും ഓരോരോ രൂപത്തില് ഭഗവാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലീലകളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നു. ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം, ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാന്തരസത്തിൽ ആരൊക്കെയാണ്? പശുക്കളും പൂക്കളും അതൊക്കെയാണ് ശാന്തരസത്തില് ഭഗവാനെ സേവ ചെയ്യുന്നത്. ദാസ്യരസത്തിലാണെങ്കിലോ ഗോപിമാരും പിന്നെ ഹനുമാൻ സ്വാമി അതുപോലെയുള്ളവരാണ്. സഖ്യരസമാരാണ്? അർജുനൻ, ഉദ്ധവൻ. അതുപോലെ വാത്സല്യരസം അമ്മമാരും അച്ഛനും ഒക്കെയാണ്. മാധുര്യരസം ഗോപിമാരുടെ മാധുര്യ ലീലകളാണ്. രാധാറാണിയുടെ കൂടെയുള്ള ലീലകളൊക്കെയാണ്. ഇതിന് ചുറ്റുമുള്ളത് ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ്. 4 വേദങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗോലോകം എന്ന് പറയുന്നത്.
ഇന്നലെ നമ്മൾ കണ്ടു എന്താണ് ബ്രഹ്മ പറഞ്ഞിരിക്കുന്നത്, ചിന്താമണി കൊണ്ട് നിർമ്മിച്ച വാൾസും ചിന്താമണി കൊണ്ട് നിർമ്മിച്ച ഫ്ലോറും പിന്നെ എന്താണ് ലക്ഷം ലക്ഷം കൽപ്പവൃക്ഷങ്ങളും സുരഭി പശുക്കളും ആയിരം ആയിരം മഹാലക്ഷ്മി ഓടി നടന്ന് സർവീസ് ചെയ്യുന്ന ഗോലോകം എന്ന് പറയുന്നത് ഗോവിന്ദമാദി പുരുഷം സമഹം ഭജാമി. യെല്ലോ കളറില് നടുവില് കാണുന്നതാണ് ഭഗവാൻ ഇരിക്കുന്ന സിംഹാസനം, രാധാറാണിയുടെ കൂടെ മാധുര്യ ലീലകളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്ന സിംഹാസനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇത് അയോധ്യ, മധുര, വൃന്ദാവനം ഇതൊക്കെ ഇതിന്റെ ഡോറിലാണ് നമ്മൾക്ക്. അതിനുശേഷം വൈകുണ്ഠമാണ്, വൈകുണ്ഠത്തിനായി സദാശിവലോകം, ലക്ഷ്മി അതുപോലെയുള്ള ദേവിമാരുടെ ലോകം. അതിനുശേഷം കാരണോദകശായി ഓഷൻ, കാരണോദകശായിക്ക് താഴെ നമ്മളുടെ സ്പിരിച്വൽ വേൾഡ്. ഓക്കെ, ഗോലോകാശാസ്ത്രം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓടിച്ചാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. വൺ മോർ ടൈം നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഇതൊന്ന് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിലിരുന്നിട്ട് ഒന്ന് നോക്കി പഠിച്ചതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്കിന്ന് നമ്മളുടെ ലെസണിലേക്ക് പോവാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഹരേ കൃഷ്ണ. ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്, രാജവിദ്യ രാജഗുഹ്യ യോഗം നമ്മളുടെ മാലയിലെ ലോക്കറ്റ് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ് ഇന്നലത്തെ. അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ലെസൺ ആയിരുന്നു 8th ലെസൺ എന്ന് പറയുന്നത്. കാലം എന്ന് പറയുന്നതാണ് ഇന്നലെ നമ്മൾ കവർ ചെയ്തത്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടത്? അന്ധകാലേ ചമാമേവ സ്മരൻ മുക്വാകളേവരം യപ്രയാതി സമദ്ഭാവം യാതിനാസ്യത്ര സംശയ. ഭഗവാൻ പറയുന്നു ലാസ്റ്റ് ടൈമിൽ, ലാസ്റ്റ് മൊമെന്റിൽ ആരാണോ എന്നെ പറ്റി ആലോചിക്കുന്നത്, എന്നെ പറ്റി മാത്രം ധ്യാനിക്കുന്നത്, അങ്ങനെയുള്ള ആള് എന്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഭഗവാൻ വിളിക്കുന്നത് എവിടേക്കാണ്? ഗോലോകത്തേക്കാണ് വിളിക്കുന്നത്, വൈകുണ്ഠത്തിലേക്കൊന്നും അല്ല വിളിക്കുന്നത്. ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് ഗോലോകത്തേക്കാണ് വിളിക്കുന്നത്. വൈകുണ്ഠം വരെ പോയി കഴിഞ്ഞാലും എത്ര തന്നെ മുക്തിയാണെങ്കിൽ കൂടി നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ തന്നെ പിഴവ് കൊണ്ട് ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് അതിനൊന്നും അവിടെ മെറ്റീരിയൽ വേൾഡിൽ മാത്രമേ സ്ഥാനമുള്ളൂ. ബാക്കി പുറത്തേക്കുള്ള സ്പിരിച്വൽ വേൾഡിൽ നമ്മൾക്ക് അതിന് സ്ഥാനമില്ല. അതിന് എക്സാമ്പിൾ ആണ് 4 കുമാരന്മാര്, ബ്രഹ്മാവിന്റെ മക്കളായിട്ടുള്ള 4 കുമാരന്മാര്. ഒരു ദിവസം 5 വയസ്സുള്ള രൂപമാണ് അവർക്ക്. അവര് ഡ്രസ് ഒന്നും ധരിക്കില്ല, ദിക്കുകളാണ് അവരുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ടുണ്ടായവരാണ് കുമാരന്മാര്, 4 കുമാരന്മാര്. എന്നിട്ട് അവര് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠത്തിലേക്ക് പോയ സമയത്ത് ജയവിജയന്മാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് അങ്ങ് കേറിപ്പോയ സമയത്ത് ജയവിജയന്മാർക്ക് ദേഷ്യം വന്നു. ഇവരെ ചോദിക്കാതെ എന്താ കയറിപ്പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ പുരികം കൊണ്ടൊന്ന് ദേഷ്യം കാണിച്ചു. ആ ദേഷ്യം കാണിച്ച സമയത്ത് ഇവരെന്തിനാ ഇവിടെ വൈകുണ്ഠത്തിലെ ദേഷ്യം എന്തിനാ, സ്ഥാനമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ ശപിച്ചു. കുമാരന്മാര് ജയവിജയന്മാരെ ശപിച്ചു. അവര് താഴേക്ക് പോയി. ഭഗവാൻ തന്നെ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ 3 ജന്മം എന്നെ തന്നെ വൈരത്തോടുകൂടി സേവിച്ചതിനു ശേഷം തിരിച്ചിങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു. അവരാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായത്. ആദ്യം ഹിരണ്യാക്ഷനെ ആരാ വധിച്ചത്? വരാഹസ്വാമിയാണ് വധിച്ചത്. ഹിരണ്യകശിപുവിനെ നരസിംഹസ്വാമിയായിട്ട് വന്ന് ഭഗവാൻ തന്നെ വധിച്ചു. അതിനുശേഷം ത്രേതായുഗത്തില് രാവണനും കുംഭകർണനുമായിട്ട് വന്നു. ശ്രീരാമചന്ദ്രൻ അവരെ വധിച്ചു. അതിനുശേഷം ദ്വാപര യുഗത്തില് ശ്രീകൃഷ്ണന്റെ കസിൻസ് ആയിട്ട് ദന്തവക്രനും ശിശുപാലനുമായിട്ട് വന്നു. അവരെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സുദർശന ചക്രം എടുത്ത് വധിച്ചു. ഇതാണ് വൈകുണ്ഠം വരെ പോയി കഴിഞ്ഞാലുള്ള, വൈകുണ്ഠത്തിലാണെങ്കിൽ കൂടി നമ്മൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലോ അതെന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ എന്താ കണ്ടത്? യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തി കളയുപരം തം തമേ വൈദികൗന്ദേയ സദാതദ് ഭാവഭാവിത. ഭഗവാൻ പറഞ്ഞു, എന്ത് രൂപത്തിലാണോ ലാസ്റ്റ് മൊമെന്റിൽ നീ എന്നെ ധ്യാനിക്കുന്നത് അങ്ങനെയുള്ള രൂപത്തിലായിരിക്കും നിനക്ക് അടുത്ത ജന്മം കിട്ടുക എന്ന് പറഞ്ഞു. ഭരത മഹാരാജാവിന്റെ സ്റ്റോറി നമ്മൾ കണ്ടു. മാൻകുട്ടിയിലെ മായ വെച്ചുകൊണ്ടിരുന്ന മഹാരാജാവിന് അടുത്ത ജന്മം മാൻകുട്ടിയായിട്ട് തന്നെ ജനിക്കേണ്ടി വന്നു. ഇതിനൊരു എക്സാമ്പിൾ എന്താണ്? നമ്മള് ഭാവവും കൂടി വേണം. നമ്മൾക്ക് എന്താണോ വിചാരിക്കുന്നത് അത് ഭാവത്തോടുകൂടി വേണം. ഭാവപ്രേമിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് വേഗം പറയാം, നമ്മൾക്ക് ഇന്ന് ഇത്രയും സമയം പോയി. അപ്പം വേഗം
ഇതില് ഭാഗവതത്തിലെ മഹാത്മ്യത്തില് പറഞ്ഞിരിക്കുന്നു. പത്മപുരാണത്തിലെ സ്റ്റോറിയാണ്. ഒരു തുംഗഭദ്ര നദീതീരത്തെ ഒരു ആത്മദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. എല്ലാ ഗ്രാമ പുരോഹിതനായിരുന്നു. ദുന്ദുലി എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടായിരുന്നു. വളരെയധികം കലഹപ്രിയയും ഗോസിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു സ്ത്രീ. പക്ഷെ ആത്മദേവന് അവരോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ആത്മദേവന് പക്ഷെ സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ധാരാളം ദാനമൊക്കെ ചെയ്തു. ദാനം ചെയ്തിട്ട് ഹാഫ് സമ്പത്തും അവര് ദാനം ചെയ്തു. തുംഗഭദ്ര നദീതീരത്ത് താമസിച്ചിരുന്ന ആ ബ്രാഹ്മണൻ ദാനം ചെയ്തതിന് ശേഷവും അവർക്ക് കുഞ്ഞുണ്ടായില്ല. അപ്പം ഇനി കുഞ്ഞുണ്ടാവാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തുംഗഭദ്ര നദീതീരത്ത് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയി. ആ സമയത്ത് അവിടെ ഒരു യതിവര്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. യതിവര്യൻ ചോദിച്ചു, എന്താണ് സന്യാസി, എന്താണ് ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആത്മദേവൻ എനിക്ക് കുഞ്ഞില്ല, അതുകൊണ്ടാണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞു. അപ്പം യതിവര്യൻ നന്നായിട്ട് നോക്കി ശിരോലിഖിതം എഴുതിയിട്ടുണ്ട്, ഇയാൾക്ക് 7 ജന്മം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തലയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾക്ക് ഭയങ്കര വിഷമം, എനിക്ക് കുഞ്ഞില്ലാണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല, മരിക്കും എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കരഞ്ഞൊക്കെ ചെയ്തപ്പോഴേക്കും സന്യാസിക്ക് വളരെ ദയ തോന്നിയിട്ട് സന്യാസി ഒരു മാമ്പഴം കൊടുത്തു. ആ മാമ്പഴം കൊണ്ടുപോയിട്ട് വൈഫിന് കൊടുക്കുക, അവർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഈ ആത്മദേവൻ അതൊക്കെ സന്തോഷത്തോടു കൂടി പോയിട്ട് അത് കൊണ്ടുപോയി വൈഫിനെ കൊണ്ടുപോയി കൊടുത്തു ദുന്ദുലിക്ക്. ദുന്ദുലി അടുത്ത വീട്ടുകാരൊക്കെ ഇരുന്ന് പറഞ്ഞു, എനിക്ക് കുഞ്ഞ് വേണ്ട, ഗർഭമുണ്ടായാലും എനിക്ക് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഓടാൻ പറ്റില്ല, വണ്ടിയൊക്കെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അപ്പൊ എല്ലാവരും പറഞ്ഞു, ആ മാമ്പഴം എടുത്തിട്ട് പശുവിന് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. തൊഴുത്തിൽ കിടന്ന പശുവിനെടുത്ത് എറിഞ്ഞു കൊടുത്തു. പശു അത് കഴിക്കുകയും ചെയ്തു. ആത്മദേവൻ വന്നപ്പോ ഇവരെ പറഞ്ഞു, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഗർഭമുണ്ട് എന്ന് ആക്ട് ചെയ്തു. പശുവിനാണെങ്കിലോ നോർമലായിട്ട് ഗർഭമുണ്ടായി. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? അവരുടെ സിസ്റ്ററിന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രസവിച്ചു എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്നിട്ട് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സിസ്റ്ററിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുകയും ചെയ്തു. എന്നിട്ട് അവർക്ക് ധാരാളം ധനവും കൊടുത്തു. ആത്മദേവനോട് പറഞ്ഞു, ഞാൻ കഷ്ടതയൊന്നും കൂടാതെ പ്രസവിച്ചു, കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞു. ദുന്ദുകാരി എന്ന പേരും ഇട്ടു കുഞ്ഞിന്. എന്നിട്ട് നാമകരണമൊക്കെ ചെയ്തു. എന്നിട്ട് ആ സമയത്ത് അതേ സമയം പശുവിനാണെങ്കിലോ പശുവിന് ഗോകർണനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായി. പശുവിന്റെ ചെവിയും മനുഷ്യരൂപവുമുള്ള ഒരു നല്ലൊരു ശിശു ഉണ്ടായി. ആ ശിശുവാണെങ്കിലോ ഗോകർണൻ എന്ന് പേരിട്ടു. ആത്മദേവൻ വളരെ ഹാപ്പിയായി. പക്ഷേ ഗോകർണൻ വളർന്നു വന്നപ്പോഴേക്കും നല്ലൊരു കുട്ടിയായി, എല്ലാ കാര്യങ്ങളും പഠിച്ചു, വളരെ ഭംഗിയായിട്ട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. ദുന്ദുകാരിയാണെങ്കിലോ വളരെയധികം മോശമായിട്ടുള്ള തെമ്മാടിയായിട്ട് മാറി, വളരെയധികം എല്ലാ ചീത്ത കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട്. അവസാനം ആത്മദേവൻ ഗോകർണനോട് ചോദിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോയി. അത്രയ്ക്ക് അങ്ങോട്ട് ഉപദ്രവമായിരുന്നു ദുന്ദുകാരിയുടെ. അത് കാരണം കുഞ്ഞില്ലാണ്ടിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞിട്ട് വാനപ്രസ്ഥത്തിന് പോയി. ആ സമയത്ത് ഗോകർണൻ എന്ത് ചെയ്തു? ഗോകർണൻ തീർത്ഥ സ്നാനത്തിന് അങ്ങോട്ട് പോയി, തീർത്ഥയാത്രയ്ക്ക് പോയി. ദുന്ദുലിയെ ഉപദ്രവിച്ച് സ്വത്തെല്ലാം കൈക്കലാക്കിയ ദുന്ദുകാരി കാരണം ദുന്ദുലി കിണറ്റില് ചാടി മരിച്ചുപോയി. അവസാനം ദുന്ദുകാരി വളരെ മോശമായിട്ടുള്ള കുറച്ച് സ്ത്രീകളെ കൊണ്ടുവന്നു. 5 സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ധാരാളം മോഷണമൊക്കെ നടത്തിയ സമയത്ത് ഇവര് പറഞ്ഞു, ഇനി രാജാവ് പിടിക്കും ഈ ആളെ, എന്നിട്ട് ഞങ്ങളെയും കൂടി കഷ്ടത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് ദുന്ദുകാരിയുടെ വായില് കനല് കോരിയിട്ട് അയാളെ കൊന്നു ഇവര്. എന്നിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ പുറത്തു പോയിരിക്കുകയാണ്, കുറച്ച് നാൾ കഴിയുമ്പോ വരും എന്നൊക്കെ പറഞ്ഞ് അടുത്ത വീട്ടുകാരെ വിശ്വസിപ്പിച്ചിട്ട് അവർ ഈ മുതലൊക്കെ എടുത്തിട്ട് അവര് പോയി. അതിനുശേഷം ദുന്ദുകാരി ആരായിട്ട് മാറി? കൊന്നതാണ്. അപ്പൊ അയാളൊരു പ്രേതമായിട്ട് മാറി. അയാൾക്ക് സാധാരണ മരിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ മാത്രമേ വേറൊരു ശരീരം കിട്ടുള്ളൂ. ഇയാൾക്ക് മരിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ദുർമരണമാണ്. അയാളൊരു പ്രേതമായിട്ട് മാറി. പല രൂപത്തിൽ ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി, പേടിപ്പിക്കാൻ തുടങ്ങി, പല രൂപത്തിൽ വന്നിട്ട്. ഗോകർണൻ യാത്രയൊക്കെ വന്ന സമയത്ത് അയൽക്കാരൊക്കെ പറഞ്ഞു, ഇത് പ്രേതശല്യം ഭയങ്കരമാണ് എന്ന് പറഞ്ഞു. ഗോകർണൻ കണ്ടു പ്രേതമായിട്ട് ഇയാള് ആനയായിട്ടും കാളയായിട്ടും പോത്തായിട്ടും ഒക്കെ വന്നു ഇയാളുടെ മുൻപില്. എന്നിട്ട് ഗോകർണന്റെ മുൻപിൽ എന്നിട്ട് ഗോകർണൻ ഗംഗാ സ്നാനത്തിന് ദയാശ്രാദ്ധമൊക്കെ ചെയ്തു. അതിനുശേഷം വെള്ളമെടുത്തിട്ട് ഈ പ്രേതത്തിന്റെ ശരീരത്തിൽ ഇട്ടു. ആ പ്രേതം സംസാരിച്ചു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാറ്റ് പോലും ഭക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴേക്കും ഗോകർണൻ ഒരു വഴിയും കണ്ടില്ല. ദയാശ്രാദ്ധം ലാസ്റ്റ് ആണ്.
എന്നിട്ട് അത് ചെയ്തിട്ട് കൂടി ഈ പ്രേതത്തിന് സുഖം കിട്ടിയിട്ടില്ല. എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് സൂര്യ ഭഗവാന്റെ ഗതി തടഞ്ഞുകൊണ്ട് സൂര്യ ഭഗവാനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ സൂര്യ ഭഗവാൻ ദൂരെ നിന്നേ പറഞ്ഞു, ഭാഗവതം വായിക്കൂ, 7 ദിവസം കൊണ്ട് ഭാഗവതം വായിക്കൂ, പ്രേതത്തിന് മുക്തി കിട്ടും എന്ന് പറഞ്ഞു. ഗോകർണൻ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തതിനു ശേഷം ഭാഗവതം വായിച്ചു. ഈ സമയത്ത് ഫസ്റ്റ് ഡേ എന്ത് ചെയ്തു, ഈ ഉദന്തുകാരി അവിടെ ഒരു 7 കമ്പുള്ള മുള നിൽക്കുന്നുണ്ടായിരുന്നു. ആ മുളയിലെ ലാസ്റ്റ് കമ്പിൽ ഉള്ളിലേക്ക് വന്നിട്ട് അങ്ങോട്ട് ഇരുന്നു. ആ കാറ്റ് രൂപത്തിലാണ്, അനങ്ങാണ്ടിരിക്കണമെങ്കിൽ എന്തിനെങ്കിലും ഉള്ളിലിരിക്കണം. അതിനു വേണ്ടിയിട്ട് വന്ന് ഇരുന്നു. വളരെയധികം ശ്രദ്ധയോടുകൂടി തൊഴുതുകൊണ്ടിരുന്നു. എന്നിട്ട് ആ ഫസ്റ്റ് ഡേ ആ മുളയുടെ കമ്പൊടിഞ്ഞു പോയി. നെക്സ്റ്റ് ദിവസമായപ്പോഴേക്കും നെക്സ്റ്റ് കമ്പിലേക്ക് ഉള്ളിലേക്ക് കയറിയിരുന്നു. ആ കമ്പും അതുപോലെ 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുള കംപ്ലീറ്റ് ആയിട്ട് ഒടിഞ്ഞു പോയി. ആ സമയത്ത് വിമാനം വന്നിട്ട് ഭഗവാന്റെ പാർഷദര് വന്നിട്ട് എന്ത് ചെയ്തു, ദുന്ദുകാരിയെ വിമാനത്തിൽ കയറ്റിയിട്ട് നല്ല രൂപമൊക്കെ അവരുടേതായിട്ടുള്ള രൂപമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ആ സമയത്ത് ഗോകർണൻ ചോദിച്ചു, ഞങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെന്താ ഞങ്ങളെ ആരെയും കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പാർഷദന്മാരെ പറഞ്ഞു, ദുന്ദുകാരി ഭക്ഷണം പോലും കഴിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി ഗോസിപ്പിംഗ് ഒന്നും ചെയ്യാതെ ഇതില് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നത് ആ ഭാവത്തിനാണ് ദുന്ദുകാരിയെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഗോകർണനോട് അവര് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി വായിക്കൂ, എന്നിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കൂ, എന്നിട്ട് എല്ലാവരെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് സെക്കൻഡ് ടൈമും അതുപോലെ തന്നെ ചെയ്തിട്ട് എല്ലാവരെയും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. ഗോലോകത്തേക്ക് ഗോകർണനെ കൊണ്ടുപോയി. ആ ഭാവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, നമ്മളത് പഠിക്കുക, മനനം ചെയ്യുക, വേറെ വിചാരമൊന്നുമില്ലാതെ ഭഗവാനെ മാത്രമായിട്ട് നമ്മൾ ധ്യാനിക്കുക. അതാണ് നമ്മൾ ഇന്ന് ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്ന് പറയുന്ന മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ആയിട്ട് ഭഗവാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, രാജവിദ്യ, രാജഗുഹ്യ, യോഗം ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ ആണ്, കിങ് ഓഫ് ദ നോളജ് ആണ്. ശ്ലോകങ്ങൾ നമ്മൾ അധികം വായിക്കുന്നില്ല. ഇതിന് 9.1 പറയുന്നു, ശ്രീ ഭഗവാൻ പറയുന്നു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായി ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നിനക്ക് മുക്തി ഉണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭഗവാൻ പറയാൻ പോകുന്നത് ജ്ഞാനവും വിജ്ഞാനവും കൂടിയാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അപ്പം അസൂയയില്ല എന്ന് തന്നെ ഭഗവാൻ പറയുന്നു. അർജുന, നിനക്ക് എന്നോട് അസൂയയില്ല. അസൂയ എന്ന് പറയുന്നതും അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലാത്തവർക്കാണ് ഈ അതീന്ദ്രിയ രഹസ്യം എന്ന് പറയുന്നത് കേൾക്കാനുള്ള. ഹരേ കൃഷ്ണ, പ്ലീസ്. എന്നിട്ട് അസൂയയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഒന്നും കൂടാതെ വേണം നമ്മള് ഭഗവത്ഗീത പഠിക്കാൻ. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അസൂയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരികയാണ് നിനക്ക്. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഫലം? ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തിയാണ് ഫലം എന്ന് പറയുന്നത്. ഓക്കെ, രാജവിദ്യ, രാജഗുഹ്യം, പവിത്രമിതമുത്തമം. ഇത് രാജവിദ്യയാണ്, കിങ് ഓഫ് ദ നോളജ് ആണ്, രാജഗുഹ്യമാണ്, സീക്രട്ട് ആണ്, കോൺഫിഡൻഷ്യൽ ആണ്, പവിത്രമാണ്, ഉത്തമമായതാണ്. എന്തെല്ലാം വിശേഷങ്ങളാണ് ഭഗവാൻ പറയുന്നത്? പവിത്രം, ഇതമുത്തമം, പ്രത്യക്ഷാവഗമം, ധർമ്മ്യം, സുസുഖം, കർത്തും അവ്യയം. വളരെ ഈസിയാണ്. സുസുഖം, കർത്തും അവ്യയം ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. പ്രത്യക്ഷാവഗമം, ധർമ്മ്യം, സുസുഖം, കർത്തും അവ്യയം, ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഫലം? ഭഗവാന്റെ പദപ്രാപ്തിയാണ് ഫലം എന്ന് പറയുന്നത്. ഇനി നമ്മള് ജ്ഞാനവും വിജ്ഞാനവും എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല, ഹേ ശത്രുഞ്ജയ. അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെന്താ സംഭവിക്കുക? ഭഗവാൻ പറയുന്നു, നമ്മള് വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിലേക്ക് വീണ്ടും വീണ്ടും വന്ന് വീഴുന്നു. ജനന മരണ ചക്രത്തിലേക്ക് എന്താ കൂടിയുള്ളത്? ജരയുമുണ്ട്, വ്യാധിയുമുണ്ട്. എത്ര പൈസയുണ്ടെങ്കിലും എത്ര വലിയ ഡോക്ടറാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ജരാമരണം, ജന്മ, മൃത്യു, ജരാവ്യാധി എന്ന് പറയുന്നതിൽ നിന്ന് ഇത് 4 കാര്യങ്ങളാണ് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടലാണ് രാജവിദ്യ, രാജഗുഹ്യ, യോഗം എന്ന് പറയുന്നത്. ഓക്കെ,
അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. 9.4 ഭഗവാൻ പറയുന്നു, ഭഗവാനായിട്ട് എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ് വ്യാപിച്ചു നിൽക്കുന്നത്. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലല്ല. ഭഗവാൻ അതിലെല്ലാം ഉപരിയാണ്, ജഗന്നാഥനാണ്, ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എന്റെ യോഗപ്രഭാവം നോക്കൂ അർജുന. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. ഭഗവാൻ പറയുന്നു. എന്താണ് ഭഗവാൻ പിന്നെയും പറയുന്നത്? സൃഷ്ടിജാലങ്ങളൊക്കെ എല്ലാം ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഭഗവാൻ ഇതിന്റെ അംശമല്ല, ഭഗവാൻ ഇതിനേക്കാളും ഉയരത്തിലാണ് ഇരിക്കുന്നത്. സർവഭൂതങ്ങളുടെയും പരിപാലകനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. ഭഗവാൻ നാളെ ഒന്നും കൂടി പറയും, അഹം സർവസ്യ പ്രഭവോ മറ്റ സർവം പ്രവർത്തതേ. സെയിം ഇതേ ശ്ലോകം തന്നെ വേറൊരു രീതിയിലാണ് ഭഗവാൻ നാളെ പറയുക. അഹം സർവസ്യ പ്രഭവോ മറ്റ സർവം പ്രവർത്തതേ. ഞാനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം, എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പ്രഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ആകാശത്ത് സ്ഥിതി ചെയ്തത് കൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ സർവ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. ആകാശത്ത് പറന്നു നടക്കുന്ന കാറ്റ് പോലെ തന്നെ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന കാറ്റ് പോലെ തന്നെ സർവ സൃഷ്ടികളും ഭഗവാനിലാണ് വിശ്രമിക്കുന്നത്. നമ്മളിപ്പോ കണ്ടതാണ് ഇത്, നമ്മളുടെ ഭഗവാൻ സൃഷ്ടിച്ച യൂണിവേഴ്സ് എന്ന് പറയുന്നത്. താഴെ മെറ്റീരിയൽ വേൾഡ്, അതിനു മുകളിൽ കാരണോദക ഓഷൻ, അതിനു മുകളിൽ വൈകുണ്ഠം, അതിനു മുകളിൽ അയോധ്യയ്ക്ക് മുകളിൽ നമ്മൾ കണ്ടു ഗോലോകധാമം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള. ഇങ്ങനെ തന്നെ എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ബ്രഹ്മാണ്ടമാണ് നമ്മളിപ്പോ ജസ്റ്റ് കണ്ടത്, ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഭൂമി ദേവി വന്നിട്ട് ദ്വാപരയുഗത്തില് ത്രേതായുഗത്തില് ഭഗവാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും, ശ്രീരാമചന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഭൂമി ദേവി പോയിട്ട് ബ്രഹ്മാവിനോട്, ഭൂമി ദേവി എവിടെയാ ഉള്ളത്? ബ്രഹ്മാവിന്റെ താഴെയായിട്ടാണുള്ളത്. അപ്പം ഭൂമി ദേവി പോയിട്ട് ബ്രഹ്മാവിനോട് കംപ്ലൈന്റ് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ്, എത്രയോ രാക്ഷസന്മാരാണ് ഭൂമി ഭരിക്കുന്നത്, എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. ബ്രഹ്മാവിനോട് പോയി ചോദിച്ചു. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? എല്ലാവരെയും, ദേവന്മാരെയും, തൊട്ട് താഴെയാണ് ദേവന്മാരുടെ സ്വർഗലോകം ഇരിക്കുന്നത്, പ്രജാപതികളെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മാവ് എവിടേക്ക് പോയി? കാരണോദകശായി ഓഷനിലേക്ക് പോയി. കാരണോദകശായി വിഷ്ണുവിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഭൂമി ദേവി വിഷമിക്കുന്നു എന്ന് പറഞ്ഞു. കാരണോദകശായി വിഷ്ണു എന്ത് ചെയ്തു? അവിടെ നിന്ന് ആ വാമനാവതാരത്തിന്റെ സമയത്ത് വിരജ റിവറില് ഭഗവാന്റെ കാൽവിരല് തട്ടി ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഗോലോകധാമം വരെ പോയി. എന്നിട്ട് ഗോലോകധാമത്തിലേക്ക് എല്ലാവരും കൂടി പോയതിനു ശേഷം വിഷ്ണു ഭഗവാനും അതുപോലെയുള്ള എല്ലാ അവതാരങ്ങളും കൃഷ്ണനില് വിലയം പ്രാപിച്ചു. ആ സമയത്താണ് എല്ലാവർക്കും മനസ്സിലായത് കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം എന്ന് മനസ്സിലായി. എന്നിട്ട് കൃഷ്ണൻ ഭൂമി ദേവിക്ക് പ്രോമിസ് ചെയ്തു, ദ്വാപരയുഗത്തില് ഞാൻ രാധാറാണിയുടെ കൂടെ അവിടെ വന്ന് എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് രാധാറാണി പറഞ്ഞു, എനിക്ക് വൃന്ദാവനവും ഗോവർദ്ധനവും യമുനാ നദിയൊന്നും ഇല്ലാതെ എനിക്ക് ഇഷ്ടമല്ല കൃഷ്ണ, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇതെല്ലാം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധനവും വൃന്ദാവനവും യമുനാ നദിയും എല്ലാം ഗോലോകത്തിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് അതിന്റെ ദർശനം അല്ലെങ്കിൽ സ്പർശനം തന്നെ പുണ്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ദ്വാപരയുഗത്തിലെ കൃഷ്ണൻ വന്നിട്ട് എല്ലാ അസുരന്മാരെയും എല്ലാം നിഗ്രഹിച്ചതിന് ശേഷം ഭഗവത്ഗീത വരെ നമ്മൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് സ്വധാമത്തിലേക്ക് പോയത്. ഇപ്പൊ അതുകൊണ്ടാണ് സർവ്വ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാം നടക്കുന്നത് ഭഗവാന്റെ അധ്യക്ഷതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. പ്രളയം വന്നതിന് ശേഷം നമ്മളെല്ലാം തീരുന്നു. അതിനുശേഷം വീണ്ടും ബ്രഹ്മാവ് എഴുന്നേൽക്കുമ്പോഴേക്കും 1000 യുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അത്രയും തന്നെ ബ്രഹ്മാവിന്റെ രാത്രിയും
അപ്പം എന്താ സംഭവിക്കുന്നത്? പകലാവുമ്പോഴേക്കും ഇതെല്ലാം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. ആരാണ് സൃഷ്ടിക്കാനുള്ള കഴിവ് ബ്രഹ്മാവിന് കൊടുത്തിരിക്കുന്നത്? ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നു. എന്നിട്ട് അതിനുശേഷം എല്ലായിടത്തും നോക്കി ആകെ കാണുന്നത് എന്താ? ജലം മാത്രം. ഗർഭോദകശായി ഓഷനിലാണ് ബ്രഹ്മാവിന്റെ ജനനം എന്ന് പറയുന്നത്. ഭഗവാന്റെ നാഭിയിൽ ആകെ കാണുന്നത് വെള്ളം. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? കണ്ണടച്ച് നോക്കി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോ തപ തപ എന്ന് 2 വേർഡ്സ് കേട്ടു. തപ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് തപസ് ചെയ്യാൻ തുടങ്ങി. 100 വർഷം, ഏകദേശം 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഞാൻ എല്ലായിടത്തും നോക്കുമ്പോഴാണ് ബ്രഹ്മാവിന് എത്രത്തോളം തലകൾ ഉണ്ടായത്. അതിനുശേഷം ഭഗവാൻ പ്രത്യക്ഷനായിട്ട് എന്ത് കൊടുത്തു? ഭഗവാൻ തലോടി കയ്യിലേക്ക്. എന്നിട്ട് സൃഷ്ടി ചെയ്യാനുള്ള കഴിവ് ബ്രഹ്മാവിന് കൊടുത്തു. ബ്രഹ്മാവ് നമസ്കരിച്ചു ഭഗവാനെ. നമസ്കരിച്ചത് കൊണ്ടാണ് ഭഗവാൻ കഴിവ് ബ്രഹ്മാവിന് കൊടുത്തത്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർമ്മം കൊണ്ടുപോയി ഭഗവാന്റെ ഫലത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത്. കർമ്മം മാത്രമല്ല, ഫലങ്ങളും നമ്മൾ സമർപ്പിക്കുക. എന്താന്ന് വെച്ചാൽ ഭഗവാന് മാത്രമേ ആ കർമ്മത്തിന്റെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുള്ളൂ. ബ്രഹ്മാവിനോ ശിവനോ പോലും ആ കഴിവില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. ഭഗവാന് യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ല. അതേസമയം ഭക്തനോട് മാത്രമേ ഭഗവാന് സ്നേഹ കൂടുതലുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടും ഭഗവാന് ഒരേപോലെയാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തെയ ജഗദ്വി പരിവർത്തതേ. എന്താണ് ഭഗവാൻ പറയുന്നത്? മയാധ്യക്ഷേണ പ്രകൃതി, എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൂയത്തെ സചരാചരം, ചരാചരങ്ങളെ തന്നെ ഉണ്ടാക്കുന്നത് പ്രകൃതി എന്റെ അധ്യക്ഷതയിലാണ്. ഹേതുനാനേന കൗന്തെയ ജഗദ്വി പരിവർത്തതേ. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഭൗതിക പ്രപഞ്ചം എന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഭഗവാന്റെ ഓർഡർ കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. പ്രകൃതി മാതാവായിട്ടാണ് നമ്മൾ കാണുന്നത്, ഭഗവാനെ പിതാവായിട്ട് കാണുന്നു. ഭഗവാനാണ് അഹം ബീജ പ്രജപിത എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിന്റെയും ആദ്യ ബീജം ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തെയ ജഗദ്വി പരിവർത്തതേ. ഇനി ഭഗവാൻ പറയുന്നു, അപജാനന്തി മാനുഷ്യം തനുഹാശ്രിതം. മൂഢന്മാരായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ ഈശ്വരനാണ് എന്ന് വിചാരിക്കാതെ നിന്ദിക്കുന്നു. മാനുഷ്യം തനുമാശ്രിതം, മനുഷ്യന്റെ തനു എടുത്ത് വന്നിട്ടുള്ള ഭഗവാനെ നിന്ദിക്കുന്നു. പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം, എല്ലാത്തിനും ഈശ്വരനായ മമ ഭൂതമഹേശ്വരം, ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാതെ അവരെന്താ ചെയ്യുന്നത്? നിന്ദിക്കുന്നു. അങ്ങനെ നിന്ദിക്കുന്നവരെയാണ് ഭഗവാൻ മൂഢന്മാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസുര സ്വഭാവികൾ എന്ന് പറയുന്നത്. അവജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂതമഹേശ്വരം, മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ അസുരന്മാരും മൂഢന്മാരും നിന്ദിക്കുന്നു. അവർക്ക് എന്റെ ഞാനാണ് മഹേശ്വരൻ എന്നറിഞ്ഞുകൂടാ. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിജേത സഹാരക്ഷതീം അസുരീം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിതാഹ. കൗരവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ അത് പറയുന്നത്. അർജുനനോടാണ് പറയുന്നത്. അപ്പൊ ഓൾറെഡി കൗരവര് 100 പേര് അവിടെയുണ്ട് ഓൾറെഡി. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദ പരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകുന്നു. അവർക്കൊക്കെ മുക്തി കിട്ടിയിട്ടുണ്ട്. ഈ യുദ്ധഭൂമിയിൽ മരിച്ചവർക്കൊക്കെ മുക്തി കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അന്തകാലേശമാമീവ സ്മരൻ മുക്ത കളവരും, എല്ലാവരും ഭഗവാനെ കണ്ടുകൊണ്ടാണ് ശരീരം വെടിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കുരുക്ഷേത്രം ഒരു ധർമ്മക്ഷേത്രമാണ്. അവിടെ ധർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ധാരാളം ധാർമ്മിക കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് പുണ്യ സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് കൗരവരും എല്ലാവരും അതില് മുക്തിയാണ് കിട്ടിയിട്ടുള്ളത്. ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവരൊക്കെ മരിച്ചിട്ടുള്ളത്. പക്ഷെ ഭഗവാൻ പറയുന്നു, ഇങ്ങനെയുള്ള ആസുര സ്വഭാവികളുടെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും അവർ ചെയ്യുന്നതൊക്കെ ആദ്യം നമ്മൾക്ക് പോസിറ്റീവാണ് അല്ലെങ്കിൽ സക്സസ് ആണ് എന്നൊക്കെ തോന്നിയാൽ പോലും അവരുടെ ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. അവസാനം അവർക്ക് നാശമാണ് ഫലം എന്ന് പറയുന്നത്. ഇനി ഭഗവാൻ മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്യ അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദി നവ്യയം. ഇനി ഭഗവാനിലെ ശരണം പ്രാപിക്കുന്നവരുടെ കാര്യം ഭഗവാൻ പറയുകയാണ്. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത
വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. ഭഗവാൻ അവർക്ക് സുരക്ഷിതത്വമാണ് കൊടുക്കുന്നത്. സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ വ്യാമോഹമൊന്നും ബാധിക്കാത്ത ഭഗവാനെ മാത്രം ധ്യാനിക്കുന്നവർക്ക് ഭഗവാൻ സേഫ്റ്റിയാണ് കൊടുക്കുന്നത്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു. നല്ല മനുഷ്യരെ കുറിച്ച് ഭഗവാൻ മാത്രം നല്ല കാരുണ്യത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് എന്ന് നോക്കൂ. സർവഭൂതങ്ങൾക്കും ആദികാരണവും സർവകാരണകാരണം ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസംഹിതയില്. ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഹരിദാസ് ഠാക്കൂർ, രൂപ ഗോസ്വാമികള്, സനാതന ഗോസ്വാമികൾ, അവരൊക്കെ വൃന്ദാവനത്തിലെ എത്രയോ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ അവരെല്ലാം സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഗോസ്വാമിമാരായിട്ട്, ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ്, സ്വാമി എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ്റ്റർ ഓഫ് ദ സെൻസസ് ആണ്. അവർക്ക് അവരുടെ കൺട്രോൾ ചെയ്യാൻ അറിയാം സെൻസസ്. അതേസമയം നമ്മളെ പോലെയുള്ളവരാണെങ്കിലോ ഗോദാസരാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞുകൂടാ. നമ്മള് സെർവൻസ് ആണ് സെൻസസിന്റെ. ഗോദാസൻ എന്ന് പറയും. ഗോസ്വാമിമാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ മരച്ചുവട്ടിലിരുന്നിട്ടാണ് ബുക്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്, വ്യാഖ്യാനങ്ങളൊക്കെ. ചെറിയ പാട്ട് ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വൃക്ഷങ്ങള്. എന്നിട്ട് അങ്ങനെ മാറി ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരിക്കും കൃഷ്ണ ഭഗവാൻ. രാധാറാണിയാണ് അവർക്ക് സാരിത്തലപ്പ് കൊണ്ട് ഷെയ്ഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നത്. കൃഷ്ണ ഭഗവാനാണ് കാല് കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നത്. പയ്യനായിട്ട് പോയി കാലികളെ നോക്കുന്ന പയ്യനായിട്ട് പോയിട്ട് പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ളവരെ ഭഗവാൻ പറയുന്നു വളരെ സുരക്ഷിതരാണ് എന്ന് പറയുന്നു. ഭഗവാനെ മാത്രം ധ്യാനിക്കുന്നവർ. ഇനി നമ്മളെ കുറിച്ചാ പറയുന്നത്. നമ്മളെ പോലെ സീത മാതാജിയും ബാക്കി വിജയ മാതാജി അതുപോലെയുള്ളവരൊക്കെ സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാനമസ്യന്തശ്ച മാം ഭക്യാനി സേവിത ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. നമ്മളെ പോലെയുള്ള നോർമൽ ആയിട്ടുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നത്? ഭഗവാനെ ഏത് സമയവും കീർത്തിക്കുന്നു. ഭക്തിയുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നത്? ഏതു നേരവും ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പാടിക്കോളാം എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളുടെ ക്ലാസ്സിൽ 10 മിനിറ്റ്സേ ഉള്ളൂ അല്ലെങ്കിൽ 5 മിനിറ്റ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൊടിയൊരു കീർത്തനം പാടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഭഗവാൻ പറയുന്നത് എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാ നമസ്യന്തശ്ച മാം ഭക്യാനി സേവിത ഉപാസതേ. നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. അത്ര സമയം ഇല്ലെങ്കിൽ കൂടി ഈ മാതാജി ആണെങ്കിലും എല്ലാവരും വർക്കിംഗ് പീപ്പിൾ ആണ്. എല്ലാവരും വന്ന് ഇത്രയും സമയം വന്നിരിക്കുന്നുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സീതാ മാതാജി ആണെങ്കിലും എല്ലാവരും പിതാഹമസ്യ ജഗതോ മാതാധാത ഭഗവാൻ പിന്നെ എന്താ പറയുന്നത്? പിതാഹമസ്യ ജഗതോ, ഈ ജഗത്തിന്റെ പിതാവാണ് ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ മാതാധാത പിതാമഹ, മാതാവും പരിപാലിക്കുന്നവനും പിതാമഹനും. അത് എന്തുകൊണ്ടാ പറയുന്നത്? ബ്രഹ്മാവിനെ നമ്മൾ പിതാവ് എന്ന് പറയും. അപ്പോ നമ്മളുടെ പിതാമഹനുണ്ട്. വേദ്യം പവിത്രം ഓംകാരം. ഓം എന്ന് പറയുന്നത് വേദ്യമായിട്ടുള്ളത്, അറിയേണ്ടതായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഓംകാരവും ഋക്സാമ യജുരേവ ഋതുവേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും ച എന്ന് പറഞ്ഞതുകൊണ്ട് ആൻഡ് എന്നുകൂടിയുണ്ട്. അഥർവവേദവും ഞാൻ തന്നെ. അപ്പം ലോകത്തിന്റെ അമ്മയും അച്ഛനും പിതാഹമസ്യ ജഗതോ, പിതാവും ഞാൻ തന്നെയാണ്. അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും വേദ്യം, അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക്സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. ലക്ഷ്യവും ഭരണകർത്താവും എന്തൊക്കെയാണ് ഭഗവാൻ ഈ പറയുന്നത്? ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭരണകർത്താവ്, ഈ ഹോൾ യൂണിവേഴ്സിനെ ഭരിക്കുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെ. പ്രഭുവും ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ആരാണ്? ജഗന്നാഥനാണ്, ഭഗവാൻ തന്നെയാണ്. സാക്ഷിയും, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് എല്ലാവരുടെയും സാക്ഷിയാണ്. വാസസ്ഥാനവും, നമ്മുടെ ആശ്രയസ്ഥാനം, നമ്മൾ എവിടെയായിരിക്കുന്നത്? ഭഗവാനിലാണ് ഇരിക്കുന്നത്. വാസസ്ഥാനം, ആശ്രയവും. എന്താണ് നമ്മളുടെ ആശ്രയം? ഭഗവാന്റെ തൃപ്പാദങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ആശ്രയം. ഉറ്റമിത്രവും സുഹൃത്തും ഭഗവാൻ തന്നെയാണ്. ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനം മാം ശാന്തിം രക്ഷതി. നമ്മള് പീസ് ഫോർമുല കണ്ടു. നമ്മള് സുഹൃത്തും ഞാൻ തന്നെയാണ്. ഭഗവാൻ പിന്നെയും എടുത്ത് പറയുന്നു
ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെയും അടിസ്ഥാനവും ബേസ് ആയിട്ടുള്ളതും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. മാത്രം കാര്യങ്ങളാണ് ഒരു ശ്ലോകത്തിനകത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. എന്തുമാത്രം മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, അല്ലയോ അർജുന, ഞാൻ തന്നെ ചൂട് പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യ്ക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഇന്ദ്രദേവനാണ് അതിന്റെയൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. വരുണ ഭഗവാൻ സമുദ്രദേവനാണ്, വായു ഭഗവാൻ വായു വീശുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. ഇതുപോലെ സൂര്യ ഭഗവാൻ പ്രകാശം കൊടുക്കാൻ. അപ്പം ഭഗവാൻ തന്നെയാണ് മഴ പെയ്യ്ക്കുന്നതും നിർത്തുന്നതും. ഞാനാണ്. അമൃതവും മൃത്യുവും ഭഗവാൻ തന്നെ. ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ജീവനുള്ള ആത്മാവും ജീവനില്ലാത്തതെന്തും ഭഗവാനിൽ തന്നെയാണ്. റോക്ക് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. മണ്ണും കല്ലും സ്വർണവും എല്ലാം ഇതെല്ലാം ഭഗവാനിനുള്ളിലാണ് ഇരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ ഇന്നത്തെ ലെസൺ? ഇതൊക്കെയാണ് ഭഗവാൻ വിജ്ഞാനവും എന്ന് പറയുന്നത്. സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ച് വേദ പഠനം നടത്തുന്നവരും സോമപാനമെല്ലാം കുടിക്കുന്നവരും, മറ്റൊരു വിധത്തിൽ കള്ളുകൂടി അൽക്കുന്നതല്ല സോമപാനം. സോമപാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വള്ളിയിൽ നിന്നെടുക്കുന്ന ഒരു രസം. അത് ഈ അഗ്നിഹോത്രമെല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രാഹ്മണര് കുടിക്കുന്നതാണ്. ബ്രാഹ്മണർക്ക് സൂര്യപാനം വിധിച്ചിട്ടില്ല, പക്ഷേ സോമപാനം ചില വിധി അനുസരിച്ച് ചെയ്യാം. ഇത് ചെയ്യുന്നത് എന്തിനാണ്? മറ്റൊരു വിധത്തിൽ ഭജന എന്നെയാകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ചവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ചിട്ടാണ് വേദ പഠനം നടത്തുന്നതും യാഗങ്ങൾ ചെയ്യുന്നതും എല്ലാം ഇന്ദ്രദേവന്റെ സ്വർഗത്തിലേക്ക് പോകാനാണ്. നമ്മൾ എന്താ ആലോചിക്കുന്നത്? നമ്മുടെ അതിനേക്കാളും മുകളിൽ ഗോലോകധാമത്തേക്ക് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്. നമ്മൾക്ക് പാപഫലങ്ങളിൽ നിന്ന് മുക്തരായതിനു ശേഷം അവര് ഇന്ദ്രന്റെ ലോകത്തിൽ പോയിട്ട് അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ചതിന് ശേഷം തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, അവർ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ നമ്മൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമ്മള് വേദപഠനവും സോമപാനവും എല്ലാം ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുക എന്ന് വിചാരിക്കുന്നത് നമ്മൾക്ക് എത്ര നല്ലതാണ്. നമ്മള് തിരിച്ചു പിന്നെയും ഈ ഭൂമിയിലേക്ക് തന്നെ കുറെ കാലം സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ക്ഷീണേ പുണ്യേ മർത്യ ലോകം വിശന്തി, നമ്മുടെ പുണ്യമെല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെയും നമ്മൾ നശ്വരമായ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. നമ്മള് ഭഗവാന്റെ തൃപ്പാദങ്ങളെ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ ജൈന്റ് വീലിൽ എന്ന പോലെ നമ്മള് തിരിച്ചു പിന്നെയും കുറച്ചു കാലം സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും റിട്ടേൺ ആയിട്ട് നമ്മള് ക്ഷീണേ പുണ്യമർത്തിയ ലോകം വിശന്തി, പുണ്യം ക്ഷയിക്കുമ്പോൾ നമ്മള് ഭൂമിയിലേക്ക് തിരിച്ചു വരും. ഇനി എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. അന്യാശ്രിതയന്തോ മാം യജന പരിപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യ രൂപത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അനന്യാശ്ചിന്തയന്തോ മാം, അന്യമായ യാതൊരു ചിന്തയൊന്നും കൂടാതെ മാം എന്നെ മാത്രം ജനാപരിപാസത്തെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് തേഷാം നിത്യാഭിയുക്താനം അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും. യോഗക്ഷേമം വഹാമ്യം അവർക്ക് ഉള്ളതെല്ലാം ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നതാണ് LIC എടുത്തിരിക്കുന്നത്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞത് അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും എന്നതാണ്. അതിന്റെ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. നമ്മൾക്ക് എന്താണ് വാല്യുബിൾ ആയിട്ട് മെറ്റീരിയൽ വേൾഡിൽ തോന്നുക, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ഏറ്റവും വേണം എന്ന് തോന്നുന്നത്, അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഈ ഭക്തിയുടെ സേവനം ചെയ്യുന്നതിന് വേണ്ടി തന്നെ കിട്ടിയിട്ടുള്ള ഈ ജന്മം എന്ന് പറയുന്നത്, അതിന് നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്നത് ഭഗവാൻ നമ്മൾക്ക് നൽകിയിരിക്കും. അതല്ലെങ്കിൽ ഉള്ളതെല്ലാം ഭഗവാൻ നമ്മളുടെ സംരക്ഷിക്കുകയും ചെയ്യും. ഒരു യമുനാതീരത്ത് അർജുനാചാര്യർ എന്ന് പറഞ്ഞൊരു ആചാര്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആചാര്യൻ ഈ ഭഗവത്ഗീത വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ധാരാളം കുട്ടികളെ പഠിപ്പിക്കും, പക്ഷെ ആ സമയത്ത് ഫീസ് ഒന്നും കിട്ടില്ല. വളരെ ദരിദ്രനായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അർജുനാചാര്യരുടെ ഭാര്യയാണെങ്കിലോ വളരെയധികം നല്ലൊരു പൈസ ആയിട്ടുള്ള ഒരു ലേഡിയാണ്,
അവസ്ഥയാണ്. ഭഗവാന്റെ ഹസ്ബൻഡ് എന്താ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതനുസരിച്ച് അവര് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടില്ല, ആ സമയത്ത് വിശന്നിരിക്കും, ഭഗവാന്റെ ജപം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് വളരെ ദരിദ്രരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഈ ശ്ലോകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം എല്ലാ ദിവസവും ഈ കുറച്ച് ശ്ലോകങ്ങൾ എഴുതി വ്യാഖ്യാനം എഴുതിയതിനു ശേഷം അർജുനാചാര്യര് അടുത്ത വീടുകളിലൊക്കെ പോയി ഭിക്ഷ യാചിച്ച് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വൈഫിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അതിനുശേഷം അർജുനാചാര്യര് കുളിക്കാൻ പോകും യമുനാ തീരത്ത്. എന്നിട്ട് അതിനുശേഷം വന്നിട്ടാണ് ഇവരുണ്ടാക്കി വെക്കുന്ന ഫുഡ് കഴിച്ചിട്ട് അവര് പിന്നെയും അത് കുട്ടികളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വ്യാഖ്യാനം എഴുതുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം ഈ ശ്ലോകം ഈ വന്ന സമയത്ത് ഭഗവാൻ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അർജുനാചാര്യർക്കാണെങ്കിലോ ഒരു ഗതിയുമില്ല. അപ്പം വിചാരിച്ചു എന്തിനാ ഭഗവാനെ ഉപദ്രവിക്കുന്നത്, എല്ലാം നിസ്സാര കാര്യങ്ങൾക്ക് ഭക്ഷണം ഇല്ല, കമ്പിളി ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തിനാ ഇത്ര നിസ്സാര കാര്യം, എന്തിനാ ഭഗവാൻ അതുകൊണ്ട് അത് വേണ്ട, ഭഗവാൻ അതിന് അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതില് 2-3 വെട്ടിയിട്ട് അടുത്ത വീടുകളിൽ ഭിക്ഷയ്ക്ക് പോയി. ഒന്നും കിട്ടിയില്ല, ആ സമയം കുറച്ച് വൈകി പോയി, ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് അത് വൈഫിനോട് വന്ന് പറഞ്ഞു ഒന്നും എന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയ സമയത്ത് 2 ബോയ്സ് അവിടെ വന്നു. നല്ല ഭംഗിയുള്ള ഒരാള്, ഇത്തിരി ബ്ലാക്ക് ആയിട്ട് ഒരാള്, നല്ല വൈറ്റ് ആയിട്ട് ഒരാള്, പീതാംബരം യെല്ലോ കളറിലെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു, ഒരാള് ബ്ലൂ കളറിന്റെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. ധാരാളം സാധനങ്ങളും ഗ്രോസറീസും വെജിറ്റബിൾസും ഡ്രസ്സും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് ഇതാരാ തന്നത് എന്ന് ചോദിച്ചു ഭാര്യ അർജുനാചാര്യരുടെ. ഇത് ആചാര്യൻ തന്നതാണ്, ഇവിടെ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ പോയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല, ഗുരു വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, വളരെ ദേഷ്യക്കാരനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് തല്ലും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഇവര് തല്ലുവോ, ഗുരു ഇങ്ങനെ തല്ലാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവര് കാണിച്ചു കൊടുത്തു. അവരുടെ പുറകിലും 3 വരകൾ കിടക്കുന്നു, ഇങ്ങനെ വെട്ടിയതുപോലെ വരകൾ ഇരിക്കുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് എന്തുമാത്രം ഭാഗ്യമാണ് എന്ന് നോക്കൂ. അവര് അതിലുണ്ടായിരുന്ന ബട്ടറും ഗോപിചന്ദനൊക്കെ എടുത്തിട്ട് അവരുടെ പുറത്ത് തേച്ചു കൊടുത്തു. എന്നിട്ട് അവര് പോയി പോന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം അർജുനാചാര്യര് വന്നു, ധാരാളം ഫുഡും എല്ലാം കണ്ടതിന് ശേഷം ചോദിച്ചു ഇതാരെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവര് കാര്യം പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ തല്ലുന്നത് എന്ന് ചോദിച്ചു. ഞാൻ തല്ലിയിട്ടില്ലല്ലോ ആരെയും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർജുനാചാര്യർക്ക് അത് ക്ലിക്കായിട്ട് വേഗം അകത്ത് പോയി ബുക്ക് എടുത്ത് നോക്കിയപ്പോഴെന്താ അതിൽ വരച്ചിരിക്കുന്ന വരകളൊന്നും കാണാനില്ല. ഇതുപോലെയാണ് ഭഗവാന്റെ. അപ്പൊ ആർക്ക് അനുഗ്രഹം കിട്ടിയത്, ദർശന ഭാഗ്യം കിട്ടിയത് ഭഗവാന്റെ അർജുനാചാര്യരുടെ ഭാര്യയ്ക്കാണ് ദർശനം കിട്ടിയിരിക്കുന്നത്. അതുപോലെയാണ് സാധു സംഘ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് എന്ന് പറയുന്നത്. അവര് മൂലമായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ദർശനം കിട്ടുക. ഭഗവാന്റെ ഇതുപോലെയുള്ള ഡിവോട്ടീസിന്റെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾക്കായിരിക്കും ചിലപ്പോൾ ദർശനം കിട്ടുക. അതുപോലെ ഭാഗ്യമാണ് നമ്മൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാ പറയുന്നത് അനന്യാചിന്തയം തോമാം, വേറെ ഒരു ചിന്തയും കൂടാതെ. ഭഗവത്ഗീത ബുക്കിലൊന്നും നമ്മൾ എഴുതി വെച്ചുകൂടാ, ഒന്നും എഴുതി വെച്ചുകൂടാ. എന്തുകൊണ്ടാണ്, ഭഗവാന്റെ ബോഡിയാണ് അത്, ഭഗവാന്റെ ശരീരമാണ്. അതിൽ നമ്മൾ ഒന്നും എഴുതി വെച്ചുകൂടാ. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ വേറൊരു നോട്ട്ബുക്ക് വെക്കുക, എന്നിട്ട് അതിൽ എഴുതി വെക്കുക. അനന്യാചിന്തയം തോമാം യജനാ പര്യുപാസത്തെ തേഷാം മുഖ്യാഭ്യുത്ഥാനം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് വേണ്ടത് ഭഗവാൻ നൽകും എന്ന് പറയുന്നു. എന്താണോ ഉള്ളത് അത് ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്യും. യേപ്യന്യ ദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിതാ മാമേവ കൗന്ദേയ യജന്യ വിധിപൂർവകം. അതേസമയം മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത് കുന്തിപുത്ര. എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധി പ്രകാരമല്ല. ഇപ്പൊ നമ്മളെ ഡെമി ഗോഡ്സ് എന്ന് പറയുന്നത് ഗണപതി ആണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി, ശിവനാണെങ്കിലും ദേവിമാരാണെങ്കിലും എല്ലാവരും ഡെമി ഗോഡ്സ് എന്ന ഇതിൽ പെടുന്നതാണ്, ഉപദേവതന്മാരാണ് അവരൊക്കെ. ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്, സർവലോക മഹേശ്വരനായിട്ടുള്ള ഭഗവാന് നമ്മൾക്ക് നേരിട്ട് നമ്മൾക്ക് ഡീല് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ താഴെയുള്ള റെപ്രസെന്റേറ്റീവ്സിനെ എന്തിനാ ഡീല് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരെയും നമ്മൾ മാനിക്കണം. നമ്മൾ ചെയ്തു പോന്നിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. പക്ഷേ ഉള്ളിൽ നമ്മൾക്ക് ബോധമുണ്ടായിരിക്കുക സർവലോക മഹേശ്വരനായിട്ടുള്ള ഭഗവാനാണ്. സാക്ഷാത് പതിതം തോന്നും യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശാത് പതിതം തോയം, ആകാശത്തിൽ നിന്നും വീഴുന്ന വെള്ളം, മഴവെള്ളം
യഥാഗച്ഛതി സാഗരം, എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് പോയി ചേരുന്നത് അതുപോലെയാണ് സർവദൈവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. എല്ലാ ദേവന്മാരെയും നമസ്കരിക്കുന്നത് ഭഗവാനെ തന്നെയാണ്, കേശവന്റെ കാൽക്കല് തന്നെയാണ് അതെല്ലാം പോവുക. എന്തുകൊണ്ടാണ്? ഇതെല്ലാം സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ കൂടി നമ്മള് സറണ്ടർ ചെയ്യുവാണ്. ന്യാസിന്റെ എന്തോ മമ്യതന ഹരിയുപാസത്തെ ഭഗവാൻ പറയുന്നു, എന്നിലേക്ക് വന്ന് സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നു. ഓക്കെ. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃന്യാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധ്യ ദിനോപിമാം. എന്താണ് ഭഗവാൻ പറയുന്നത്? ദേവന്മാരെ ധ്യാനിക്കുന്നവർ ദേവന്മാരോടൊപ്പം പോയി ജനിക്കുന്നു, പിതൃക്കളെ ധ്യാനിക്കുന്നവരാണെങ്കിലോ പിതൃക്കളുടെ കൂടെ പോയി ജനിക്കുന്നു, ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമായിരിക്കും ജനിക്കുക, എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. ഈ ബ്രഹ്മാവ്, ശിവൻ അതുപോലെയുള്ളവരുടെ അമ്പലങ്ങളിലൊക്കെ എല്ലാ ദിവസവും പോയി തൊഴുന്നവർ എന്താ സംഭവിക്കുക? അവരുടെ ലോകത്തിലായിരിക്കും നമ്മൾ പോയി ജീവിക്കുക. പിന്നെ യക്ഷരക്ഷസുകൾ എന്ന് പറഞ്ഞാൽ കുബേര പൂജ അതുപോലെയുള്ള കാര്യങ്ങൾ, കുബേര ലക്ഷ്മി പൂജ എന്നൊക്കെ പറയും. നമ്മൾ ദീപാവലിക്കൊക്കെ നടത്തും. ആ വക ഞാനല്ല, പൊതുവെ എല്ലാവരും ഇതൊക്കെ ചെയ്യും. അതൊക്കെയാണ് യക്ഷരക്ഷസുകൾ എന്ന് പറയുന്നത്. പിതൃപൂജകൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ പിതൃപൂജ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഭഗവാനെ തൊഴാറൊന്നുമില്ല. വല്ലപ്പോഴും ഒരു വർഷത്തിലൊരിക്കലും കർക്കിടക വാവിനൊരു ബലിയിടൽ എന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ വീട്ടിലായിരിക്കും പോയി നമ്മൾ ജനിക്കുക. ഭൂതപ്രേതാദികൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് മാജിക്, തന്ത്രവാദം അതുപോലെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ലോകത്തിലായിരിക്കും, പാതാള ലോകങ്ങളിലായിരിക്കും നമ്മൾ പോയി ജനിക്കുക. ഭഗവാനാണ് പറയുന്നത്, എന്നെ ധ്യാനിക്കുന്നവർ ആരാണോ അവർ എന്നോടൊപ്പം ജീവിക്കും ഭഗവാന്റെ ഗോലോകധാമത്തില്. ഇനി ഭഗവാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നു, ബൈ ഹാർട്ട് ചെയ്യേണ്ട ശ്ലോകമാണ്. എന്താണ് ഈസി ആയിട്ട് ഭഗവാനെ നമ്മൾക്ക് സമർപ്പിക്കാൻ സാധിക്കുക? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മനഃ. 2 പ്രാവശ്യമാണ് ഭക്തി എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഭഗവാൻ ഈ ശ്ലോകത്തില്. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാനത് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെയോ പൂജാ റൂമിൽ വെച്ചിട്ട് തുളസിയിലിട്ടിട്ട് പ്രസാദമാക്കിയിട്ട് വേണം കഴിക്കാൻ എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനൊരു തുളസിയിലിട്ട് വേണം തീർത്ഥമായി. എന്താണ് തീർത്ഥമായി കഴിഞ്ഞാൽ, പ്രസാദമായി കഴിഞ്ഞാൽ കഴിച്ചാലുണ്ടാകുന്ന ഫലം നമ്മൾ പഠിച്ചതാണ്. പാപവിമുക്തിയാണ് ഫലം. അപ്പൊ ഭഗവാൻ പറയുന്നു പത്രം എന്ന് പറയുന്നത് ബിൽവ പത്രമോ അതല്ലെങ്കിൽ കൂവളം ഇലയോ അല്ലെങ്കിൽ തുളസിയോ, പുഷ്പം ഏത് തരത്തിലുള്ള പുഷ്പവും ഭഗവാനെ നമുക്ക് അർപ്പിക്കാം. ഈസിയാണ്, നമ്മളുടെ തന്നെ പറമ്പിലുണ്ടാകും ഇതെല്ലാം. പത്രം പുഷ്പം ഫലം തോയം, തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. ഇതിൽ എന്തൊക്കെയാണോ ഭക്തിപൂർവം സ്നേഹത്തോടുകൂടി 2 പ്രാവശ്യമാണ് ഭക്തി എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്താണോ അത് ഞാൻ സ്വീകരിക്കും. നമ്മൾക്കറിയാം സുദാമാവിന്റെ ചെറിയ അവൽപ്പൊതി പോലും ഭഗവാൻ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഭഗവാൻ 1000 കൈകൾ കൊണ്ടാണ് നമുക്ക് തിരിച്ചു തരിക. യത്കരോഷി എന്താണോ ചെയ്യുന്നത്, യദശ്നാസി എന്താണോ നീ തിന്നുന്നത്, യജ്ജുഹോഷി എന്താണോ നീ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത്, ദദാസിയ ദാനം ചെയ്യുന്നത്, യത് തപസ്യസി കൗന്തെയ തപസ്സു ചെയ്യുന്നത് എന്താണോ നീ ജപമോ തപസ്സോ ഉപാസനയോ എന്താ ചെയ്യുന്നത്, തത്കുരുഷ്വമതർപ്പണം എന്നിലേക്ക് അർപ്പണമായിട്ട് ചെയ്യൂ. എന്തു ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണം ചെയ്തുകൊണ്ട് ചെയ്യൂ എന്ന ഭഗവാൻ പറയുന്നത്. നീ എന്തു ചെയ്യുന്നവോ എന്തു നിവേദിക്കുന്നവോ ഇതൊക്കെയാണ് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത്. ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള കലർപ്പില്ലാത്ത ഭക്തിയാണ് സീക്രട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്ത് നിവേദിക്കുന്നവോ ഭക്ഷിക്കുന്നവോ എന്ത് ദാനം ചെയ്യുന്നവോ എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നവോ കുന്തിപുത്ര അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. ജസ്റ്റ് എന്താ സറണ്ടർ ചെയ്യൂ, കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യൂ, എല്ലാം എനിക്കായിട്ട് സമർപ്പിച്ച് കൊണ്ട് ചെയ്യൂ, എല്ലാത്തിനും ഞാൻ നിനക്ക് പ്രതിഫലം തരുന്നു ഭഗവാൻ അതാണ് പറയുന്നത്. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസി കൗന്തെയ തത്കുരുഷ്വമതർപ്പണം എല്ലാം എന്നിലേക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. എനിക്ക് ആരോടും ദേഷ്യവുമില്ല, അസൂയയുമില്ല, പക്ഷപാതവുമില്ല. പക്ഷേ
യേ ഭജന്തി തു മാം ഭക്ത്യാ തേഷു ചാപ്യഹം. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല, എല്ലാത്തിനെയും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ ധ്യാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. നമ്മൾക്ക് വാഴാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഭഗവാനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഭഗവാൻ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃഷ്ണാർപ്പണം ചെയ്തുകൊണ്ട് ചെയ്യുക. ഭഗവാൻ എന്ത് സ്ഥാനമാണ് നമുക്ക് തരുന്നത്? ഭഗവാന്റെ ഹൃദയത്തിനുള്ളിൽ, നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ വന്നിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ ശ്രവണം കീർത്തനം ഒക്കെ ചെയ്യുമ്പോഴേക്കും ഭഗവാൻ സുഖമായിട്ട് വന്ന് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വന്നിരിക്കും. അതേസമയം നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുക, അതല്ലെങ്കിൽ നമ്മളെ എടുത്ത് ഹൃദയത്തിനുള്ളിൽ ഇരുത്തുക എന്ന് പറയുന്നത് അത് എത്രമാത്രം കാരുണ്യമാണ് ഭഗവാന്റെ. അവൻ എന്നിൽ അധിവസിക്കുന്നു, എനിക്ക് ആരോടും പക്ഷപാതമില്ല. അതേസമയം ഭക്തനായിട്ടുള്ള ഒരാളെ എനിക്ക് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. ഇനി ഭഗവാൻ പറയുന്നു, അഭിഷേക് സുദുരാചാരോ, എത്രമാത്രം ദുരാചാരിയായിരുന്നാൽ കൂടി സെക്കൻഡ് ചാൻസ് നമ്മൾ ഇന്നലെ കണ്ടതാണ് അജാമിളന്റെ സ്റ്റോറിയില്. ഭജതേ മാമനന്യ എപ്പോഴും തെറ്റ് ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് സോറി പറയുക, പിന്നെയും പോയി തെറ്റ് ചെയ്യുക, അതല്ല ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നത് അഭിഷേക് സുദുരാചാരം, എത്ര ദുരാചാരിയായിരുന്നാൽ കൂടി അത് മനസ്സിലാക്കി പശ്ചാത്തപിച്ചുകൊണ്ട് അയാൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ, സാധുരേവ സമന്തവ്യ സംയവസിതോഹിത, അയാൾ സാധു എന്ന് വിളിക്കാൻ അർഹനാണ് എന്ന് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി നമ്മൾ കുമ്പസരിച്ചു എന്നിട്ട് പോയി പിന്നെയും പാപം ചെയ്തു, അതല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അഭിഷേക് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ്, പശ്ചാത്തപിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഇനി വേറൊരു ശരണമില്ല എന്ന് വിചാരിക്കുന്നത് ആരാണോ, ഒരാൾ അത്യന്തം ഹീനമായ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. പിന്നെ അയാൾ തിരിച്ച് പോവില്ല, ചീത്ത വഴിയിലേക്ക് അയാള് പോവില്ല. ഭഗവാന്റെ അടുത്തേക്ക് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അജാമിളന്റെ സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടിയതാണ് എക്സാമ്പിള്. ഇതില് ജഗായി മദായി എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സ് ആണ്. വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന, മോശങ്ങളായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ബ്രദേഴ്സ്. കള്ളുകൂടി മാത്രമല്ല വേറെ എല്ലാ ചീത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ബ്രദേഴ്സ്. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സമയത്ത് കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭുവിന്റെ നേരെയും ബാക്കിയുള്ള അസോസിയേറ്റ്സിന്റെ നേരെയൊക്കെ കല്ലെറിയുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അവസാനം ഒരു ദിവസം നിത്യാനന്ദ പ്രഭുവിന്റെ നെറ്റിയിൽ കല്ലെറിഞ്ഞ് പൊട്ടിച്ചു, ചോര വന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചക്രമെടുത്ത സമയത്ത് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഭഗവാനെ, ഇത് നമ്മൾക്ക് ഹിംസിക്കാനുള്ള യുഗമല്ല, ഇത് നമ്മൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് ആൾക്കാരെ നല്ല രീതിയിലേക്ക്, നല്ല പാതയിലേക്ക് നയിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരുടെ മനസ്സ് മാറിയിട്ട് അവർ അവസാനം ഭഗവാന്റെ അസോസിയേറ്റ്സ് ആയിട്ട് മാറി. ജഗായി മദായി എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സ്. അഭിഷേക് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ്, എത്ര ദുരാചാരിയായിരുന്നാലും കൂടി എൻ്റെ അടുത്തേക്ക് തിരിച്ച് പശ്ചാത്തപിച്ച് വന്ന് ഞാനാണ് പരമമായ ആശ്രയം എന്ന് ആരാണോ വിചാരിക്കുന്നത് അവരെ ഞാൻ സാധു എന്ന് പറയുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ക്ഷിപ്രം ഭവതി ധർമാത്മാ. അങ്ങനെയുള്ള ആള് ധർമാത്മാവായിട്ട് പെട്ടെന്ന് അങ്ങ് മാറും. ശാന്തിയും നികച്ചതി, അവർക്ക് ശാന്തിയും ശാശ്വതമായിട്ടുള്ള ശാന്തിയും കിട്ടും. കൗന്ദേയ പ്രതിജാനിഹി മമി ഭക്ത പ്രണശ്യതി. എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് പറയുന്നു, നാശം ഉണ്ടാകില്ല. ഇത് ഭഗവാൻ ആരോടാണ് പറയുന്നത്? കൗന്ദേയ പ്രതിജാനിഹി, കൗന്ദേയ നീ അനൗൺസ് ചെയ്യൂ. ഞാൻ അനൗൺസ് ചെയ്യുന്നതിലും ഭഗവാൻ ഇഷ്ടം ഭക്തൻ അനൗൺസ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ്? ഭക്തന്റെ വാക്ക് ഒരിക്കലും ഭഗവാൻ തെറ്റിക്കില്ല. സ്വന്തം വാക്ക് തെറ്റിച്ചാൽ കൂടി ഭഗവാൻ ഭക്തന്റെ വാക്ക് തെറ്റിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത് അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു എന്നുള്ള അഭിഷേക് സുദുരാചാരോ എന്ന് പറയുന്ന ആള്. കൗന്ദേയ പ്രതിജാനിഹി നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് കൗന്ദേയ നീ അനൗൺസ് ചെയ്യൂ, ഡിക്ലെയർ ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നത്. ഇത് മാത്രം കാരുണ്യാണെന്ന് നോക്കൂ. ഭക്തനിലുള്ള ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകില്ല. നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഇനി അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നു. മാംഹി പാർത്ഥ വ്യഭാഷ്യ യേപിസ്യു പാപയോനയ സ്ത്രീയോ വൈശ്യ സദാ ശൂദ്ര തേപിയാന്തി പരാം ഗതിം.
ഇത് വളരെയധികം മിസ്ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ശ്ലോകമാണ്. പാർത്ഥ എന്നെ ആശ്രയിക്കുന്നവർ അധമ കുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായിരുന്നാലും ശരി പരമപദം പ്രാപിക്കും. ഈ ശ്ലോകം കേട്ട് കഴിയുമ്പോൾ ധാരാളം പേരിന്റെ അടുത്ത് ഡൗസ് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അധമ കുലത്തിലാണ് സ്ത്രീകള് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ഭഗവാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അധമ കുലത്തിൽ പിറന്നവരാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശൂദ്രനാണെങ്കിലും വൈശ്യനാണെങ്കിലും എന്ന് മാത്രമേ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതില് മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. മാംഹി പാർത്ഥ വ്യപാശ്രിത്യ, പാർത്ഥ എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരാണെങ്കിലും ആരായിരുന്നാലും എന്നുള്ളതാണ്. സ്ത്രീയോ വൈശ്യ സദാശൂദ്രാസ്തേ പിയാന്തി പരാംഗതി, ആരായിരുന്നാലും അവർക്ക് പരമപദം പ്രാപിക്കും എന്ന് പറയുന്നു. കുറൂരമ്മയുടെ സ്റ്റോറിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്ത്രീകൾ എന്ന് പറയുന്നതിൽ കുറൂരമ്മയോട് ബിൽവമംഗലം സ്വാമിയാരെ പറഞ്ഞു, എന്തുകൊണ്ടാണ് അശുദ്ധിയുടെ സമയത്ത് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം കുറൂരമ്മ പറഞ്ഞു, അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ മരിച്ചു പോകില്ല എന്ന് പറയാൻ പറ്റുമോ സ്വാമിയാരെ എന്ന് ചോദിച്ചു. അന്തകാലേശമാമേവ സ്മരൻ മുക്വാക്കളേബരം എന്നല്ലേ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ധാരാളം സ്ത്രീകളും നമ്മളുടെ ഭക്തകളായിട്ടുള്ള സ്ത്രീകളുണ്ട്. മാംഹി പാർത്ഥ്യപാശ്രിത്യോ പാപയോ നേഹ, പാപം ചെയ്തവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വൈശ്യരാണെങ്കിലും എന്ന് മാത്രമേ മീൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മള് എന്താണിത്, ഭഗവാന്റെ ലോക്കറ്റിലെ ജം എന്ന് പറയുന്നത് വജ്രം അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മന്മനാഭവമത് ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്വൈവം ആത്മാനമത് പരായണ. ഭഗവാൻ പറയുന്നു, 4 കാര്യങ്ങൾ ചെയ്യുക, എന്നിൽ മനസ്സുറപ്പിക്കുക. മന്മന, എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക. ഭവമത് ഭക്തോ, എന്റെ ഭക്തനാവുക. മദ്യാജി, എന്തു ആരാധിച്ചാലും എന്തു ചെയ്താലും എന്നിലേക്ക് സമർപ്പിക്കുക. മാം നമസ്കുരു, നമസ്കരിക്കുക, എന്നെ നമസ്കരിക്കുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. മുട്ടുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് നമസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ പഞ്ചംഗ നമസ്കാരമാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക്, ഫുള്ളോടെ ദണ്ഡ നമസ്കാരമാണ് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും സാധിക്കാത്തവര് 2 കൈയും തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് ശരണാഗതി നമസ്കാരം ചെയ്യാം. ജസ്റ്റ് 2 കൈയും മുകളിലേക്ക് ഉയർത്തി ശരണാഗതി നമസ്കാരം എന്ന് പറയുന്നത് ചെയ്യാം നമുക്ക്. അപ്പം മാം നമസ്കുരു മാമേ വൈശ്യസി സ്വൈവം ആത്മാനമത് പരായണ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്നിൽ തന്നെ പൂർണ്ണമായി ഒഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. 4 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. മന്മന ഭവമത് ഭക്തോ മദ്യാജി മാം നമസ്കുരു, എന്റെ മനസ്സുകൊണ്ട് എന്നെ ധ്യാനിക്കുക, എന്റെ ഭക്തനാവുക, എന്തും എന്നിലേക്ക് ആരാധിക്കുക. മാം നമസ്കുരു, നമസ്കരിക്കുക. കാല് പിണച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ത്രിഭംഗ പോസ് എന്ന് പറയും. ത്രിഭംഗ, കഴുത്ത് കുറേശ്ശെ ചെരിച്ചിട്ട് ഹിപ്സും കുറേശ്ശെ ചെരിഞ്ഞ് കാലും ആയിട്ട് ത്രിഭംഗ പോസ് എന്ന് പറയും. ഈ പോസിലാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കുട്ടികൾക്ക് പറയാനുള്ള സ്റ്റോറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. നമ്മളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ എന്താ പറയുന്നത്, തിരിച്ചു വിടില്ല എന്നല്ലേ നമ്മളോട് പറയുന്നത്. ഇത് തദ്ധാമ പരമ യദ്ഗത്വാനി വർത്തന്റെ, തിരിച്ചു പോകാൻ സമ്മതിക്കില്ല ഗോലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന ഭഗവാൻ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ നമ്മളും വിടില്ല. പെട്ടെന്ന് ഓടാൻ സാധിക്കില്ല. കാല് വെച്ചു കഴിഞ്ഞാൽ പണിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ രൂപത്തിലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പൊ ഭഗവാന് പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റില്ല. അതല്ലെങ്കിൽ രാധാറാണിയുടെ ഷോൾഡറിൽ കൈവച്ചിരിക്കുന്ന രൂപത്തിലായിരിക്കണം. രാധാറാണിയെ വിട്ടിട്ട് ഭഗവാൻ വേഗം പോവില്ല. അതുകൊണ്ട് ജസ്റ്റ് പറയുന്നതാണ് മന്മനാഭവം മാം നമസ്കുരു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ലോക്കറ്റിലെ ജം പോലെ തന്നെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരി ഹരി. ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. മനസ്സിലായോ ഇന്നെടുത്തത്? 9 ലെസൺസ് നമ്മൾ കഴിഞ്ഞു. 9 ലെസൺസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇത്രയും എടുത്തതിൽ? ഇൻട്രസ്റ്റിംഗ് ആണോ അതോ ബോറിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസമായിട്ട് പറയുന്നു മാധുജി. നല്ല രസമാണ്. പക്ഷെ അതാണ് നമ്മൾക്ക് ഫുള്ള് നമ്മള് ഇതായിട്ടില്ല, ഒന്നും കൂടി കേൾക്കണം, എന്നാലേ സംശയം ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹരേ കൃഷ്ണ മാധുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
എല്ലാ ലെസൺസും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ലെസൺസും 8th ലെസൺ ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് തോന്നും. 15th എടുത്തു കഴിഞ്ഞാൽ 15th ആണ് തോന്നും. ഭഗവത്ഗീതയിലെ എല്ലാ ലെസൺസും എല്ലാ ക്ലാസ്സും ഒരുപോലെയാണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്നത്തെ Okay. ക്ലാസ് വളരെ രസമായിരുന്നു. മാതാജി എന്തുമാത്രം കഥകളായിരുന്നു പറയണം. പക്ഷെ എഴുതാൻ പതാളം അതൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. ഇനി കേട്ടാലേ ഇത് എഴുതാൻ അത് പറ്റും. മിനി മാതാജി അത് ഷെയർ ചെയ്യാം ഗോലോക ചാറ്റ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ മതി. സൂം ചെയ്തിട്ട്. എന്റെ ഫോണിൽ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഫോണാണ്. അപ്പം ഇത്രേ സൂം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഗോലോക ചാറ്റ്. ഒരുപാട് മിനി മാതാജി ഒന്ന് ഷെയർ ചെയ്യാം. പഠിക്കാനുണ്ട് അതിന്റെ ധാരാളം. വേറെ ഞാന് ക്വിസിന്റെ അതിലേക്ക് കയറി ക്വസ്റ്റ്യൻ എഴുതി 3-4 ലെസൺ കഴിഞ്ഞു. പക്ഷെ ഞാൻ എഴുതിയ ആദ്യത്തെ 2 ലെസൺ എനിക്ക് 100 പറഞ്ഞു കാണുന്നു. പിന്നെ വരുന്നത് 70 പറഞ്ഞിട്ട് വീണ്ടും അതെങ്ങനെ അടുത്തത് എടുക്കാന്ന് അറിയുന്നില്ല. അപ്പൊ ഞാൻ ആണോ? അത് റിപ്പീറ്റ് ചെയ്യാം. അത് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതിൽ തന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഇനിയിപ്പോ ഏതായാലും പാസ്സായി എന്നുണ്ടെങ്കിൽ ഇനി അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്ക് നോക്കണ്ട. നെക്സ്റ്റ് തൊട്ട് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് മാർക്ക് കുറഞ്ഞു എന്ന് തോന്നിയാൽ ഒന്നും കൂടി എഴുതാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. റിപ്പീറ്റ് ചെയ്യാനുള്ളത് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ആ ബട്ടൺ അമർത്തിയാൽ മതി. ഓക്കെ, അതൊന്നും പേടിക്കണ്ട. മാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പാസ്സായാൽ മാത്രം മതി. ഹരേ കൃഷ്ണ. ഓക്കെ, ദിവസമൊക്കെ തീർന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മിനി മാതാജി ഇതൊന്ന് ഷെയർ ചെയ്യണേ ഗോലോക ചാറ്റ്. പിന്നെ പഠിക്കാനുള്ള ശ്ലോകങ്ങള് 26ഉം 34ഉമാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. ഹരേ കൃഷ്ണ. നാളെ ഇല്ലേ മിനി മാതാജി? നാളെ നമുക്കൊരു 7:45 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എക്സാം ഇല്ലേ? ഇപ്പൊ ഇത്തിരി നേരത്തെ തുടങ്ങാം. നമ്മളൊരു 8:45 ആകുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് വേഗം പോയിട്ടൊന്ന് റെഡി ആവാനുള്ള എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ 7:15 ഒക്കെ ആകുമ്പോഴേക്കും ശ്ലോക തുടങ്ങി കഴിഞ്ഞാല് പാട്ടൊക്കെ പാടി കഴിഞ്ഞാൽ നമുക്ക് 7:45 തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എവരിബഡി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.